ഹലോ ഗൈസ്, 2018 എന്ന വർഷം എന്നെ സംബന്ധിച്ച് വളരെ വ്യത്യസ്തമായ ഒരു വർഷമായിരുന്നു. എന്നെ മാത്രമല്ല, നമ്മൾ മലയാളികളെ സംബന്ധിച്ചൊക്കെ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വർഷമായിരുന്നു 2018. എന്നെ ഏറ്റവും അധികം വേദനിപ്പിച്ച 2 ഇൻസിഡൻസ് ആ വർഷമാണ് ഉണ്ടായത്. ഒന്ന് 2018 ഫെബ്രുവരി 22 തീയതിയും 2018 മെയ് 28 2 സംഭവങ്ങൾക്കും സാമൂഹികമായ പശ്ചാത്തലം കൂടി ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അതിന്റെ സിഗ്നിഫിക്കൻസ്. ഭക്ഷണം മോഷ്ടിച്ചു എന്ന കുറ്റം ചാർത്തപ്പെട്ട് തെരുവിൽ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് തല്ലിക്കൊന്ന മധു ഫെബ്രുവരി 22 വേദനയായിരുന്നു. അതുപോലെ ദുരഭിമാനത്തിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ട കെവിൻ മെയ് 28 വേദനയായിരുന്നു. 2 സംഭവങ്ങളും ഒരു മലയാളി എന്ന നിലയിൽ എന്നെ വേദനിപ്പിക്കുക മാത്രമല്ല, വല്ലാത്ത ഒരു അപമാനഭാരത്തിൽ തളച്ചിടുകയും കൂടെ ചെയ്ത സംഭവങ്ങളാണ്. കൊലവെറിയുമായി നിൽക്കുന്ന ഒരു കൂട്ടം കാട്ടാളന്മാരുടെ ഇടയിൽ ദയനീയമായ മുഖഭാവമായി നിൽക്കുന്ന മധുവിന്റെ ചിത്രം ഇത് പറയുമ്പോൾ പോലും എന്നിൽ കണ്ണീരുളവാക്കുകയാണ്. ഒരു മലയാളി എന്ന നിലയിലല്ല, ഒരു മനുഷ്യൻ എന്ന നിലയിൽ പോലും എനിക്ക് അപമാനവും ദുഃഖവും തോന്നിയ ദിവസങ്ങളായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. അതുപോലെ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ട ആദ്യത്തെ ദുരഭിമാന കൊലപാതകം അത് കെവിന്റെ കൊലപാതകമായിരുന്നു. 2018 മെയ് 28 കെവിന്റെ മൃതദേഹം കണ്ടെടുക്കുമ്പോൾ മരവിച്ചു പോയത് കേരളത്തിന്റെ മനസാക്ഷിയാണ്. ദലിത് ക്രിസ്ത്യനായ കെവിൻ വിവാഹം ചെയ്ത ഉയർന്ന ജാതിയിലെ നീനുവിന്റെ വീട്ടുകാർ അവനെ കൊല്ലുമ്പോൾ അവളെ ഏറ്റെടുത്തത് അവന്റെ വീട്ടുകാർ തന്നെയായിരുന്നു. നീനുവിന്റെ കണ്ണീരിൽ കുതിരാത്ത ഹൃദയങ്ങൾ ഉണ്ടായിരുന്നില്ല. നീനുവിന്റെ കരച്ചിലിൽ കൂടെ കരയാത്ത മലയാളിയും ഉണ്ടായിരുന്നില്ല. ഈ 2 ഹൃദയഭേദകമായ സംഭവങ്ങളിലെ പ്രകൃതിയുടെ സ്വാഭാവികമായ പ്രതികരണമായി, പ്രകൃതിയുടെ കരച്ചിലായിട്ടാണ് 2018 മഹാമാരിയും തുടർന്നുണ്ടായ മഹാപ്രളയവും എനിക്ക് തോന്നിയത്. ഒരു സമൂഹം എന്ന നിലയിൽ പല കാര്യങ്ങളിലും നാം പല മുന്നേറ്റങ്ങളും നടത്തിയിട്ടുണ്ടെങ്കിലും ഏറ്റവും അടിസ്ഥാനപരമായ മനുഷ്യത്വം നമ്മളിൽ കൈമോശം വന്നു പോയിരിക്കുന്നു എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഇങ്ങനെയുള്ള സംഭവങ്ങൾ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുമുണ്ട്. മധു കൊലക്കേസിന്റെ വിധി വന്നിരിക്കുകയാണ്. അതിലെ 1-ാം പ്രതിയെ തെളിവിന്റെ അഭാവത്തിൽ വെറുതെ വിട്ടിരിക്കുന്നതായിട്ടാണ് അറിയാൻ കഴിയുന്നത്. എത്ര വാദങ്ങളിലൂടെ നിരപരാധിയാക്കാൻ ശ്രമിച്ചാലും ഇങ്ങനെയുള്ളവരൊക്കെ മനുഷ്യൻ എന്ന പരിഗണനയ്ക്ക് പോലും അർഹരല്ല എന്നതാണ് എൻ്റെ ഒരു അഭിപ്രായം. എത്ര മേൽക്കോടതികളിലേക്ക് പോകേണ്ടി വന്നാലും കുറ്റവാളികൾ ഒരിക്കലും രക്ഷപ്പെടാൻ പാടില്ല. അവർ ശിക്ഷിക്കപ്പെടുക തന്നെ വേണം, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള കേസുകളിൽ. അതുപോലെ ഇന്ന് മെയ് 27 കെവിന്റെ ചരമവാർഷികം കൂടിയാണ്. കേരളത്തിന്റെ ഇന്നലകളുടെ തീരാനോവായ ഈ 2 പേരുടെ സ്മരണകളിൽ ഇന്നത്തെ വീഡിയോ ഞാൻ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിൽ മറ്റൊരു വിഷയമായി വരുന്നത് വരെ ടാറ്റാ, ബൈ ബൈ, സീ യു.